ഹലോ ചങ്ങായിമാരെ, ഡ്രാഗൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിലാവക്കു എന്മേൽ എന്നടി കോപം എന്ന് പറയുന്ന ധനുഷ് സംവിധാനം ചെയ്ത പടമാണ്. അതല്ലെങ്കിൽ നീക്ക്. ഇതൊരു തമിഴ് പടമാണ്, അറിയാലോ. ധനുഷ സംവിധാനം ചെയ്യണമെന്നൊരു ഓഫ് കോഴ്സിൽ തമിഴ് പടമാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസാണ് സിനിമ എനിക്ക് തന്നത്. വലിയ പ്രത്യേകിച്ച് പുതുമയുള്ള സ്റ്റോറിയൊന്നുമല്ല, നമ്മൾ കണ്ടുമടുത്ത ക്ലീഷേ സ്റ്റോറി തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് കുഴപ്പമില്ലാതായിട്ട് തോന്നി. സ്ഥിരം ക്ലീഷേ സ്റ്റോറി ആണെങ്കിലും എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് കുഴപ്പമില്ലാതായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്ക് നല്ലോണം വലിപ്പീരായിട്ട് തോന്നി. പിന്നെ വീണ്ടും സെക്കൻഡ് ഹാഫ് വല്ലതൊക്കെ ഉള്ളത് അവരുടെ രണ്ടുപേരുടെയും ആ ഒരു പ്രഭുവും രാജേഷിന് പറയണം, അതായത് നമ്മുടെ മലയാളത്തിലെ മാത്യൂസ് ഉള്ള ആ ഒരു ക്യാരക്ടറൊക്കെ ഉള്ളത് എനിക്കിഷ്ടപ്പെട്ട. അവർ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു സിനിമയിലെ രക്ഷകൻ എന്ന് പറയുന്ന മാത്യൂസാണ്. പുള്ളിക്കാരൻ വരുന്നുള്ള എല്ലാ സ്കോറിലും പുള്ളിക്കാരൻ തന്നെയാണ് മുന്നിൽ. അതായത് ഇവർ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവർ ഇതിനകത്ത് ഈ മാത്യൂസാണ് കിണ്ണമായിട്ട്. മാത്യൂസും പിന്നെ ഒരു പെണ്ണും കൂടി ഉണ്ട്, അവരുടെ പേരെനിക്കറിയാൻ മേല. അവർ രണ്ടുപേരും കിട്ടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു പെണ്ണ്, അവർ രണ്ടുപേരും കിട്ടിലായിട്ടുണ്ട്. അവർ രണ്ടുപേരുമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ സേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാം. കാരണം അവിടെ ആ ഒരു പ്രഭു എന്ന് പറയുന്ന ക്യാരക്ടറും പിന്നെ നമ്മുടെ മാത്യൂസ് ഇത് അവതരിപ്പിക്കുന്ന രാജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ. അല്ലാതെ നല്ല കിട്ടില്ല ലവ് സ്റ്റോറിയൊക്കെ കാണണമെന്ന് പറഞ്ഞ് ഈ സിനിമ പോയാൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. മറ്റേ തിരുച്ചിത്രബലം ഒന്നും പ്രതീക്ഷിച്ച് പോയില്ലേ. തിരുച്ചിത്രബലമൊക്കെ ക്ലീശ സ്റ്റോറി ആണെങ്കിലും നമുക്ക് വേറൊരു തരം ഫീല് കിട്ടിയൊരു പടമാണത്. അതൊന്നും പ്രതീക്ഷ ഇതിനകത്ത് ഇത് പോലും. പിന്നെ മലയാളത്തിന് മറ്റേ പ്രിയാവാര്യയിൽ കുറേ പേരുണ്ട് മലയാളത്തിന്. അല്ല സോറി, ആ പടം 2 പേരും കണ്ടേ ഉള്ളൂ. എങ്ങനെയായാലും ഉണ്ട്, മലയാളത്തിനുണ്ട്. ഇപ്പോൾ ഉള്ള തമിഴ് മൂവിയിലെല്ലാം മലയാളത്തിന് ആളെ ഇറക്കുക, എന്താണോ ആവോ. എന്തായാലും സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ കാണണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു ഉള്ളൂ. പിന്നെ ഈ സിനിമയിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആകപ്പെടാൻ മാത്യൂസിൻ്റെയും പിന്നെ ആ ഒരു ഇവൻ്റ് മാനേജർ, ആ ഹോട്ടലിൽ നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഒരുമാതിരി പറഞ്ഞ് അഭിനയിക്കോട്ട്. എസ്പെഷ്യലി നായകൻ. ആ നായകൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ മുഖത്ത്. ധനുഷിൻ്റെ അനന്തവൻ അങ്ങാണ്ടാണ് പുള്ളിക്കാരൻ. വേറൊരു നല്ല ആക്ടിങ് സ്കില്ലുള്ള നടനെ ആക്കായിരുന്നു. ഇതൊരുമാതിരി തുടക്കം പുള്ളിക്കാരനെ അഭിനയിക്കാൻ അറിയില്ല, ചുമ്മാ തള്ളി വിട്ട കൂട്ടാണ്. ഈ സിനിമയിൽ എല്ലാവർക്കും മാത്യൂസ് കൊള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും.